कभी कभी मेरे दिल में ख्याल आता है, कभी कभी मेरे दिल में ख्याल आता है। मेरे लिए कि जैसे तुझको എന്തിനാ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ? ഇന്ന് എവിടെ പോയി കിടക്കാൻ മച്ചാ? എത്ര നേരമായി നോക്കേ? പോയിട്ടൊക്കെ കുറെ നേരമായി. ഇനി 2-2.5 മണിക്കൂറുണ്ട് വീട്ടിലെത്താൻ. നീ എന്നെ കാത്തു നിൽക്കണ്ട, കിടന്നിറങ്ങിക്കോ. മോനെ എന്നെ ഒന്ന് സഹായിക്കണം. മോനെ എന്നെ വീട് വരെ ഒന്നാക്കി തരുമോ? ഇവിടുന്ന് ഒരു 1/4 മണിക്കൂറേ ഉള്ളൂ, പ്ലീസ്. ഇപ്പൊ തന്നെ നേരം വല്ലാതെ വൈകി. ഇനിയിപ്പോ നിങ്ങളെ കൂടെ കൊണ്ടുപോകാൻ നിന്നാലേ പണിയാവും. സോറി. അയ്യോ മോനെ, അങ്ങനെ പറയരുത്. ഇതിപ്പോ ഇങ്ങനത്തെ നേരമായതുകൊണ്ടോ, പ്ലീസ്. അതിപ്പോ ശരി, കേറിക്കോ. വലിയ ഉപകാരം മോനെ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കൂല. അത് സാറില്ല, ഞാൻ കുറെ ദൂരേന്ന് വരികയാണ്. എങ്ങനെങ്കിലും ഒന്ന് വീടെത്തി കിട്ടിയാൽ മതി എന്നായിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. മോന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ പറയുള്ളൂ. അല്ല, നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ? ഒന്നും പറയണ്ട എന്റെ മോനെ, എനിക്ക് ഇവിടെ ഒരാളെ വെച്ചൊരു ഇടപാടുണ്ട്, അത് തീർക്കാൻ നിന്നതാ. മോന് ധൃതിയായ സ്ഥിതിക്ക് ഇനിയിപ്പോ അത് സാരമില്ല. ഞാൻ എന്തായാലും വീടെത്താൻ നേരം വിളിക്കും. നിങ്ങളെ കാര്യം നടക്കും. ഹലോ, സെറ്റാക്കി എല്ലാ പാക്കറ്റും അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവരുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിച്ചു. ഇത്രയും ദൂരം പോയാലെന്താ, നമ്മളെ കാര്യം നടന്നല്ലേ. മോൻ ഇത്രയും ദൂരം എന്നൊക്കെ പറയുമ്പോ മോൻ ബാംഗ്ലൂരിനല്ലേ വരുന്നത്? അതെ, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അതൊക്കെ അറിയാം മോനെ. മോനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മോൻ ഈ ബാംഗ്ലൂരിലുള്ളൊരു അമൃത എഞ്ചിനീയറിംഗ് കോളേജ് അറിയോ? അതെന്ത് ചോദ്യം? ഞാനിപ്പോ അവിടുന്നല്ലേ. എനിക്കറിയില്ല, സോറി. അവിടെ വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു പയ്യണ്ടായിരുന്നു. അവസാന വർഷ വിദ്യാർത്ഥിയാ. പഠിത്തത്തിലൊക്കെ കോളേജിൽ ഒന്നാമതായിരുന്നു. മാത്രല്ല 1-2 മാസം കൂടി കഴിഞ്ഞ പഠിത്തം കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയിട്ട് പുറത്തിറങ്ങേണ്ട കുട്ടിയൊക്കെയാ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം പോയി. എന്തുപറ്റി? ഇനിയിപ്പൊ എന്ത് പറ്റാനാ മോനെ, അവനിപ്പോ ജയിലില്ല. എന്തു പറ്റി? നമുക്ക് ക്യാഷ് എല്ലാം വരക്കി കളിക്കേണ്ട കളിയാണെങ്കിലേ നമുക്ക് കളിക്കാട്ടോ. ഹേയ്, അതുകൊണ്ടൊന്നും ഇനി യാതൊരു കാര്യമില്ല മോനെ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? പറയാൻ വിരോധമില്ലെങ്കിൽ. പരീക്ഷയുടെ സ്റ്റഡി ലീവാണെന്നും പറഞ്ഞ് കുറച്ച് ദിവസം മുമ്പ് അവൻ സ്വന്തം വീട്ടിലേക്ക് പോയതാ. വീട്ടിൽ വെച്ച് എന്തൊക്കെയോ പൊടികള് അവൻ വലിച്ചു കയറ്റുന്നത് അവന്റെ അച്ഛൻ കണ്ടു. അത് ചോദ്യം ചെയ്ത അച്ഛനെ സ്വന്തം മകൻ തലക്കടിച്ചു കൊന്നു. പിന്നീട് പോലീസൊക്കെ വന്ന് അന്വേഷിച്ചപ്പോഴാ ആ പൊതുകളിലൊക്കെ മയക്കുമരുന്നാണെന്നും
കുറച്ച് നാളായിട്ട് അവൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെ മനസ്സിലായത്. മോനൊരു കാര്യം അറിയോ, ഈ പൊതികള് സ്ഥിരമായിട്ട് അവന് എത്തിച്ചു കൊടുക്കുന്ന ആരോ ഒരാളുണ്ട്. ആദ്യമൊക്കെ അവന് വേണ്ടാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയതാ. പക്ഷെ പിന്നെ അവന് അത് ഉപയോഗിച്ചു. പിന്നെ അതില്ലാതെ പറ്റില്ലെന്നായി. പിന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ നോക്കി. മാത്രമല്ല, ഇവൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാൻ ഇവനെ ഏൽപ്പിക്കുകയും ചെയ്തു. എന്തിനേറെ പറയണു, അങ്ങനെ അവൻ അവസാനം അതിന് അഡിക്റ്റായി. ഒരു മിനിറ്റ്, അയാൾക്ക് എന്തോ പറ്റിയെന്ന് തോന്നുന്നു. ഹലോ 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 മോനെ എന്നൊന്ന് സഹായിക്കാം. മോൻ ബാംഗ്ലൂരിനല്ലേ വരുന്നത്? മോനെന്നെ മനസ്സിലായോ? ഞാനാണ് വിഷ്ണുവിന്റെ അച്ഛൻ. എന്തിനാ മോനെ അവനെ പോലത്തെ ഈ പിള്ളേർക്കൊക്കെ മോൻ ഈ മയക്കുമരുന്ന് കൊണ്ടേ കൊടുക്കുന്നേ? അതുകൊണ്ടല്ലേ മോൻ എനിക്ക് ഈ നിലയിൽ ഇവിടെ കാണേണ്ടി വന്നേ. ഇനി മോൻ കാരണം ആർക്കും എന്നെ പോലെ ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മോനെ ഞാൻ വേറെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോട്ടെ. എന്നാ നമുക്ക് പോവല്ലേ? Thank you.